നമസ്കാരം. വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തിരൂരിൽ 28 പേർക്ക് മഞ്ഞപ്പിത്തവും 4 പേർക്ക് ഡെങ്കിപ്പനിയും ബാധിച്ച് ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി. ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നഗരസഭ ഊർജിതമാക്കി. വാർഡ് 22, 23 എന്നിവിടങ്ങളിലാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. കൊല്ലത്തു നിന്നെത്തിയ ഒരു വിദ്യാർത്ഥിക്കാണ് ആദ്യമായി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഉടൻ തന്നെ നഗരസഭ 60 വീടുകൾ കേന്ദ്രീകരിച്ചു സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തു. ആശാപ്രവർത്തകരും ജില്ലാശുപത്രി ജീവനക്കാരും നഗരസഭ ആരോഗ്യ വിഭാഗം പ്രവർത്തകരും ചേർന്ന് ബോധവൽക്കരണങ്ങളും ശുചീകരണ പ്രവൃത്തിയും സംഘടിപ്പിച്ചു. നമസ്കാരം, ഞാൻ അബുൽ ഫസൽ, ജില്ലാ ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജാണ്. നമുക്കറിയുന്ന പോലെ നമ്മുടെ പ്രദേശങ്ങളിലും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇത് ചില പ്രത്യേക പ്രദേശങ്ങളിൽ വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് കോളേജിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ മഞ്ഞപ്പിത്തം ബാധിച്ച് ഇവിടെ വരികയും അവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തത്തെ കൃത്യമായ അറിവ് നേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന പേരിൽ ജോണ്ടിസ് ആയ മഞ്ഞപ്പിത്തമാണ് പ്രധാനമായും നമ്മുടെ നാട്ടിലുള്ളത്. ഇത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. എനിക്ക് മഞ്ഞപ്പിത്തം വന്നു എന്നതിൻ്റെ അർത്ഥം മഞ്ഞപ്പിത്തമുള്ള ആളുടെ മലത്തിൻ്റെ അംശം വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെ എൻ്റെ ശരീരത്തിൽ എത്തി എന്നതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ സമയത്ത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഫിൽറ്റർ ചെയ്തത് ആണ് എങ്കിൽ പോലും തിളപ്പിക്കുക എന്നുള്ളത് മഞ്ഞപ്പിത്തത്തെ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കക്കൂസിൽ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ട കൃത്യമായ സംവിധാനമാണ്. അതോടൊപ്പം വെൽക്കം ഡ്രിങ്ക്സ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങളിൽ കല്യാണങ്ങളിലൊക്കെ കൊടുക്കുന്ന വെള്ളവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ വരുന്ന ഐസുകൾ അത്ര ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതും ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളത്തിലൂടെ പകരുന്ന വഴികളെല്ലാം അടക്കുക എന്നുള്ളത് വളരെ പ്രധാനം എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ഭക്ഷണം തുറന്നു വെക്കുന്ന രീതിയിൽ ആ രീതിയിൽ വരുമ്പോൾ വളരെ അപകടമാണ്. ഈച്ച വന്നിരുന്ന ഭക്ഷണങ്ങളും മഞ്ഞപ്പിത്തം പകരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നതും നമുക്ക് തടയേണ്ടതുണ്ട്. അതിലൂടെയും മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ ഭക്ഷണം ശുദ്ധമാവുക, കുടിവെള്ളം ശുദ്ധമാവുക എന്നത് വളരെ പ്രധാനമാണ്. നിലവിൽ എല്ലാവരും ചികിത്സയിലാണ്. സൗത്ത് കനാരയിലെ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഇവിടെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടിന്റെ പരിസരങ്ങളിലെല്ലാം പരിശോധന നടത്തി. മഞ്ഞപ്പിത്തം പടരാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വെട്ടൻ ന്യൂസ്, തിരൂർ.